നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നെസ്ലെ സെറലാക് വീറ്റ് ആപ്പിൾ എന്ന ബേബി ഫുഡിനെക്കുറിച്ചാണ്. ഇതിന്റെ പാക്കറ്റ് നോക്കിയാൽ നോ പ്രിസർവേറ്റീവ്സ്, നോ കളേഴ്സ്, നോ ഫ്ലേവേഴ്സ്, നോ റിഫൈൻഡ് ഷുഗർ എന്നെഴുതിയിരിക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ഇതൊരു നല്ല ഓപ്ഷനാണെന്ന് തോന്നാം. എന്നാൽ നമുക്കിതിന്റെ പിന്നിലെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ശാസ്ത്രീയമായൊന്ന് വിശകലനം ചെയ്യാം. ഇതിലെ പ്രധാന ഘടകം ഗോതമ്പ് പൊടിയാണ്, വീറ്റ് ഫ്ലവർ. അതായത് ഇതിന്റെ പകുതിയിലധികവും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അടുത്തതായി മിൽക്ക് സോളിഡ്സും അതിനുശേഷം ആപ്പിൾ ജ്യൂസ് കോൺസെൻട്രേറ്റും വരുന്നു. ഓർക്കുക, ആപ്പിൾ ജ്യൂസ് കോൺസെൻട്രേറ്റ് എന്നത് ഫൈബർ കുറഞ്ഞ ഷുഗർ കൂടുതലുള്ള ഒരു പ്രോസസ്ഡ് രൂപമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ന്യൂട്രീഷൻ ടേബിൾ പ്രകാരം 100 ഗ്രാം സെറലാക്കിൽ ഏകദേശം 22 ഗ്രാം വരെ ഷുഗർ അടങ്ങിയിരിക്കുന്നത്. റിഫൈൻഡ് ഷുഗർ ഇല്ല എന്ന കമ്പനി പറയുമ്പോഴും കുഞ്ഞിന്റെ ശരീരത്തിലെത്തുന്നത് ഷുഗർ തന്നെയാണ്. ഇതിൽ പലരും ശ്രദ്ധിക്കാത്ത മറ്റൊരു ഘടകമാണ് സോയാബീൻ ഓയിൽ അഥവാ സോയാബീൻ എണ്ണ. ഇതൊരു ഹൈലി റിഫൈൻഡ് സീഡ് ഓയിലാണ്. ഇതിൽ ഒമേഗ-6 ഫാറ്റി ആസിഡ്സ് കൂടുതലാണ്. പഠനങ്ങൾ പ്രകാരം വളരുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ഒമേഗ-6 അധികമുള്ള ഇത്തരം റിഫൈൻഡ് ഓയിലുകൾ ഏറ്റവും അനുയോജ്യമായ ഫാറ്റ് സോഴ്സ് അല്ല. മുലപ്പാലിലെ ഫാറ്റ് പ്രൊഫൈലിനോടാണ് കുഞ്ഞുങ്ങളുടെ ശരീരം സ്വാഭാവികമായും ചേർന്ന് നിൽക്കുന്നത്. ഇനി ഇതിലെ വിറ്റമിനുകളെയും മിനറലുകളെയും കുറിച്ച് നോക്കാം. ഇതിൽ അയൺ, കാൽഷ്യം, വിറ്റമിൻ ഡി തുടങ്ങിയൊരു വലിയ ലിസ്റ്റ് കാണാം. ഹൈ ഹീറ്റ് പ്രോസസ്സിങ്ങിലൂടെ സ്വാഭാവിക പോഷകങ്ങൾ കുറഞ്ഞ ശേഷം ഫാക്ടറിയിൽ വെച്ച് ചേർക്കുന്ന സിന്തറ്റിക് വിറ്റമിനുകളാണിവ. ഇതിനെ ഫോർട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഫോർട്ടിഫൈഡ് ഭക്ഷണത്തേക്കാൾ എപ്പോഴും നമ്മുടെ ശരീരം സ്വാഭാവികമായ പോഷകങ്ങളെയാണ് കൂടുതൽ വേഗത്തിൽ ആഗിരണം ചെയ്യുന്നത്. WHO മാർഗനിർദ്ദേശപ്രകാരം 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഷുഗർ ചേർന്ന ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കേണ്ടതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മധുരം ശീലിപ്പിക്കുന്നത് ഭാവിയിൽ പച്ചക്കറികളോ മറ്റ് നാച്ചുറൽ ഭക്ഷണങ്ങളോ കുഞ്ഞിന് ഇഷ്ടപ്പെടാത്ത അവസ്ഥയുണ്ടാക്കാം. ചുരുക്കത്തിൽ, ഗോതമ്പ് പൊടി, ആപ്പിൾ ജ്യൂസ് കോൺസെൻട്രേറ്റ്, സോയാബീൻ ഓയിൽ, സിന്തറ്റിക് ഫോർട്ടിഫിക്കേഷൻ. ഇതൊരു അൾട്രാ പ്രോസസ്ഡ് ബേബി ഫുഡാണ്. മുന്നിലെ മാർക്കറ്റിംഗ് സ്ലോഗനുകൾക്കപ്പുറം പിന്നിലെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് കൂടി വായിച്ച് മനസ്സിലാക്കി കുഞ്ഞിന്റെ ഭക്ഷണകാര്യത്തിൽ തീരുമാനമെടുക്കാം. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.